ങ്ങളുടെ അടിസ്ഥാനത്തിൽ അരുണാചൽ പ്രദേശിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായി ചൈന അവകാശപ്പെടുന്നു. അതിനെ ദക്ഷിണ ടിബറ്റ് എന്ന് വിളിക്കുന്നു. ചരിത്രപരമായി ഈ പ്രദേശം ടിബറ്റിന്റെ ഭാഗമായിരുന്നെന്നും ചൈനീസ് നിയന്ത്രണത്തിലായിരിക്കണമെന്നും ചൈനീസ് സർക്കാർ വാദിക്കുന്നു. 1914-ൽ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും ഒപ്പുവെച്ച അതിർത്തി കരാറായ മക്മഹോൺ രേഖയെ ചുറ്റിപ്പറ്റിയാണ് തർക്കം. സമ്മതമില്ലാതെ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണെന്ന് അവകാശപ്പെടുന്ന ചൈന ഈ രേഖയെ അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാലും മക്മഹോൺ രേഖയെ നിയമാനുസൃതമായ അതിർത്തിയായും അരുണാചൽ പ്രദേശിനെ തങ്ങളുടെ പ്രദേശത്തിന്റെ അവിഭാജ്യ ഘടകമായും ഇന്ത്യ കണക്കാക്കുന്നു. സംഘർഷം 1962-ലെ ചൈന ഇന്ത്യൻ യുദ്ധത്തിലേക്ക് വഷളായി. ചൈന അരുണാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം ഇടയ്ക്കിടെയുള്ള അതിർത്തി ഏറ്റുമുട്ടലുകളും നയതന്ത്ര ചർച്ചകളും നടത്തി സംഘർഷങ്ങൾ തുടരുന്നു. ചരിത്രപരമായ ഭരണ നിയന്ത്രണവും ജനാധിപത്യ സ്ഥാപനങ്ങളും ഉദ്ധരിച്ച് ഇന്ത്യ അരുണാചൽ പ്രദേശിന്മേലുള്ള പരമാധികാരം നിലനിർത്തുന്നു. പ്രദേശത്തെ നിവാസികളും ഇന്ത്യൻ പൗരന്മാരാണെന്ന് തിരിച്ചറിയുന്നു. തർക്കം പരിഹരിക്കപ്പെടാതെ തുടരുന്നു. അതിർത്തിയിൽ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങളിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെടുന്നു.